ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, പൗലോസ് ഒരു അപ്പസ്തോലനായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ പൗലോസ് ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല. യേശു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പക്ഷേ യേശുവിനെ കണ്ടിട്ടില്ല, കണ്ടതായി അവകാശപ്പെട്ടിട്ടില്ല. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പൗലോസ് കണ്ടുമുട്ടിയെന്ന് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 3 മുതൽ 6 വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഗലാത്യർ 1-ാം അധ്യായം 1-2 കേൾക്കൂ. പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ള എല്ലാ സഹോദരന്മാരും ഗലാത്യയിലുള്ള സഭകൾക്ക് എഴുതുന്നത്, എൻ്റെ അപ്പോസ്തലത്വം മനുഷ്യരിൽ നിന്നോ മനുഷ്യനാലോ അല്ല, യേശു ക്രിസ്തുവിനാലും മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്താലുമാകുന്നു. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട പ്രതിനിധി എന്നാണ്. ഗലാത്യർ 1:15 മുതൽ 17 വരെയും 1 കൊരിന്ത്യർ 9:1-2 വരെയുള്ള ഭാഗങ്ങളിലും യഹൂദരല്ലാത്തവരോട് സുവിശേഷം അറിയിക്കാൻ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ് എന്ന് പറയുന്നുണ്ട്. പൗലോസ് റോമാ സാമ്രാജ്യത്തിലുടനീളം സഞ്ചരിച്ച് യേശുവിനെ പിന്തുടരുന്ന സമൂഹങ്ങൾ അഥവാ സഭകൾ ആരംഭിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി എന്നവണ്ണം അവർക്ക് കത്തുകൾ എഴുതുകയും അവ ഇന്ന് ബൈബിളിൽ നാം വായിക്കുകയും ചെയ്യുന്നു. യഹൂദരിൽ നിന്ന് ലോകം മുഴുവൻ സുവിശേഷം വ്യാപിപ്പിക്കാൻ അയക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ് എന്നതിൽ സംശയമില്ല. യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പൗലോസിന് പല വെളിപ്പാടുകളും യേശുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. എഫേസ്യർ 3:3 കേൾക്കൂ. ഞാൻ മുമ്പേ തന്നെ ചുരുക്കത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ആ രഹസ്യം അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അറിഞ്ഞ രഹസ്യങ്ങളിൽ ചിലത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു രഹസ്യം. എഫേസ്യർ 3:6. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ യഹൂദരല്ലാത്തവരും ഇസ്രായേലിനോടൊപ്പം അവകാശമുള്ളവരും ഏക ശരീരത്തിൻ്റെ അവയവങ്ങളും ക്രിസ്തു യേശുവിൽ ദൈവിക വാഗ്ദാനത്തിൻ്റെ പങ്കാളികളുമാകുന്നു എന്നതാണ് ആ രഹസ്യം. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇസ്രായേൽക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലുള്ള സമസ്ത ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു വന്നത് എന്നും ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള സഭകൾ ക്രിസ്തു യേശുവിൽ ഒന്നാണെന്നും ഈ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. 1 കൊരിന്ത്യർ 11:23 മുതൽ 26 വരെ വായിക്കുമ്പോൾ പൗലോസ് സന്നിഹിതനല്ലാതിരുന്ന സമയത്ത് നടന്ന തിരുവത്താഴത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച വെളിപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ ലഭിച്ചുവെന്ന് പൗലോസ് പറയുന്നത് കേൾക്കൂ. 1 കൊരിന്ത്യർ 11:23. ഇതാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത്. ഇങ്ങനെ തുടങ്ങുന്ന ആ ഭാഗങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ. 2 കൊരിന്ത്യർ 12:1 മുതൽ 4 വരെ വായിച്ചാൽ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു അനുഭവം പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. കേൾക്കൂ. പ്രശംസ കൊണ്ട് പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഇനി ഞാൻ കർത്താവിൽ നിന്നുള്ള ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പ്രതിപാദിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. 14 വർഷം മുമ്പ് ഞാൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. അത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. ഞാൻ പറുദീസ വരെ എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവം അറിയുന്നു. അവാച്യവും വർണ്ണിക്കാൻ അവാച്യവും അനുവാദമില്ലാത്തതുമായ വാക്കുകൾ ഞാൻ കേട്ടു. ഇനിയുള്ള ഭാഗങ്ങൾ വായിച്ച് ഈ വെളിപ്പാടുകളാൽ പൗലോസ് നിഗളിക്കാതിരിക്കാൻ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വെളിപ്പാട് പൗലോസിന് ദൈവം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:51-52 വാക്യങ്ങൾ കേൾക്കും. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അവസാനത്തെ കാഹളം ധ്വനിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഉൽപ്രാവണത്തെക്കുറിച്ച് യേശു പൗലോസിന് കൊടുത്ത വെളിപ്പാടാണിത്. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ കൂടി കേൾക്കൂ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം
മുമ്പേ ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പൗലോസിന് ഉൽപ്രാവണത്തെക്കുറിച്ച് ലഭിച്ച ഈ വെളിപ്പാട് നാം വിശ്വസിക്കണം. കാരണം ബൈബിളിലെ ഓരോ വചനവും സങ്കീർത്തനം 12:6 പറയുന്നത് പോലെ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അതിനാൽ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് കൽപ്പനകൾ പാലിച്ച് കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കാനായി കാതോർക്കാം. ആ ഉൾപ്രാപണത്തിൽ കൈവിടപ്പെടാതിരിക്കാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.